ഒരു നല്ല മഴയുള്ള സമയത്ത് കേട്ടോ നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു നല്ല മഴയുള്ള സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നിലമ്പൂരിലെ തേക്ക്. നിലമ്പൂരിലെ പല പല കാര്യങ്ങളും കാണിച്ചു തരുമ്പോഴും നിലമ്പൂർ തേക്കിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ കുറച്ചായിരുന്നു കാണിച്ചിരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെയാണ് ഇവിടുത്തെ തേക്കുകൾ. ഇത് വേറെ എവിടെയല്ല, നിലമ്പൂർ നെടുങ്കയം ഫോറസ്റ്റ് ഏരിയയാണിത്. ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതിൽ നമ്മൾ ഉള്ളിലേക്ക് കയറണമെങ്കിൽ, ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഒരു പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ഏരിയയാണ് ഇവിടെ. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു ബംഗ്ലാവ് ഉണ്ട് ഇവിടെ. ഇത് പണ്ട് സായിപ്പ് താമസിച്ചിരുന്ന ബംഗ്ലാവാണ്. ഇവിടെ നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് വലതു ഭാഗത്തേക്ക്. ഇത് വേറൊന്നുമല്ല, മാഞ്ചേരിയിലേക്കുള്ള വഴിയാണ്. മാഞ്ചേരിയിലേക്ക് ഈ വഴിയാണ് സഞ്ചരിക്കുക. ഒരു 20 കിലോമീറ്ററോളം കാട്ടിലൂടെ പോയിട്ട് വേണം മാഞ്ചേരി ആദിവാസികളുടെ ഏരിയയിലേക്ക് എത്താൻ. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടേക്ക് വരുന്ന ഈ ഒരു നെടുങ്കയത്തേക്ക് വരുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് നെടുങ്കയം. പക്ഷെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും ഇടരുത്. വന്യമൃഗങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒക്കെ എല്ലാം മരത്തിൻ്റെ ഇതുകൊണ്ട് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് തന്നെ. ഇതുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇടാനൊക്കെ ഉള്ള വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവർ മരത്തിൻ്റെ തന്നെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. മരത്തിൻ്റെ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചിഹ്നമൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് 1938 ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയത്തിൽ മുങ്ങി മരിച്ചാണ് രേഖാമൂലമുള്ള ആദ്യത്തെ വിവരം. അതിനുശേഷം പല സന്ദർശകരും ഈ കയത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യം കൊണ്ട് ഈ കയത്തിൽ മുങ്ങി മരിച്ചവർ അനവധിയാണ്. ഏറ്റവും അവസാനം ഈ കയത്തിൽ മരണപ്പെട്ടത് 2024 ഫെബ്രുവരി 9 മലപ്പുറം ജില്ലക്കാരായ ആയിഷ റിദ, ഫാത്തിമ മുഹസിന എന്നീ 2 സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഈ കയത്തിലെ എക്കാലത്തെയും അവസാന ദുരന്തവും അതായിരിക്കട്ടെ. ഈ കയത്തിൽ നീന്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞതിൽ കുറച്ച് സ്കൂളിൽ നിന്ന് വന്നൊരു കുട്ടികൾ, അവർ 2 പേര് ഈ കയത്തിൽ മുങ്ങി മരിച്ചു. ഒരുപാട് പേര് ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല. ഇത് കണ്ടെങ്കിൽ ഇതിവിടെ നമ്മുടെ ഇവിടുത്തെ മൂപ്പനായിരുന്നു. മാത്തൻ എന്ന് പറയുന്ന ഇവിടുത്തെ മൂപ്പൻ ഇവിടെ ആനയുടെ ആക്രമണത്തിലാണ് മരണപ്പെട്ടത്. 2022 26-ാം തീയതി, അതായത് 1-ാം മാസം ജനുവരിയിൽ 2022 മാത്തൻ എന്ന് പറയുന്ന ആൾ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അവരുടെ സ്മരണാർത്ഥം വെച്ചിട്ടുള്ളതാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രതിമ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവരുടെ പട്ടിയുടെയൊക്കെ പ്രതിമ ചെയ്തിട്ടുണ്ട്. അതിനൊരു കോമ്പൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല അടിപൊളിയായിട്ടൊരു കോമ്പൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ എന്താ പറയുക, നമ്മുടെ ഈ ആദിവാസികളെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ അതായത് ഇവിടുത്തെ നായ്ക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവരുടെ തലവനായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്കൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരാളിവിടെ നടന്നു വരുന്ന ആ ഒരു ഫീൽ തന്നെ ഇവിടെ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് പോകുന്നത് അടുത്തത് നമ്മൾ 1933 നമ്മളെ സ്വതന്ത്രം കിട്ടുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന ജനങ്ങൾ 1933 ഉണ്ടാക്കിയ പാലാണിത്. ബ്രിട്ടീഷ് പാലാണ്. നല്ല അടിപൊളി ഒരു പഴയ ഇരുമ്പിൻ പാലം. നല്ല ഉറപ്പോടെയുള്ള പാലം എന്നൊക്കെ പറയില്ലേ. ഇവിടെ ഇതാക്കുന്നത് 2-3 പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഇപ്പോൾ വെള്ളം കൂടിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പല എന്താ പറയുക, നദികൾ 2-3 ദിശയിൽ നിന്നൊക്കെയാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കാഴ്ച തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ ഭാഗത്ത്, അതായത് ഈ കാണുന്ന ഈ ഭാഗത്താണ് സായിപ്പ് മുങ്ങി മരിച്ചിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ഈ കയത്തിൽ ഇപ്പോൾ ഏകദേശം 4-5 ദിവസങ്ങളായിട്ട് നിൽക്കാതെ മഴ പെയ്യുന്നതിനെ തുടർന്ന് വെള്ളം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അതായത്
നിങ്ങളെത്രത്തോളം ആസ്വദിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഓ, വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതായത് നല്ല അടിയൊഴുക്കാട്ടോ. കാരണം ഇവിടെ ഈ പുഴയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ എത്ര നീന്തലറിഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ സായിപ്പതിൻ്റെ മുകളിൽ നിന്ന് താഴത്ത് ചാടിയെന്നോ അങ്ങനെ എന്തൊക്കെയാണ്. ഈ കറക്റ്റ് എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞിട്ട് ഇനി വെറുതെ വഷളാക്കണ്ടല്ലോ. നമുക്കതിനെ പറ്റി അറിയാത്ത നമ്മൾ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഓരോ ട്രൈബ് ഏരിയ തന്നെയാണ് മൊത്തത്തിൽ. നമുക്ക് വേറെ ആളുകൾക്കൊന്നും ഇവിടേക്ക് അങ്ങനെ പ്രവേശനമില്ല, ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഒരു ആനയുടെ പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ ഇവിടെ ഒരു ആനയെ മെരിക്കുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അത് കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നോ സ്വിമ്മിങ് അലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പലരും ഇപ്പോഴും എന്താ പറയുക, വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അത് ചാടിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. അതിനിപ്പോൾ എത്ര വെള്ളമാണെങ്കിലും അതിലൊന്ന് ചാടി കുളിച്ചാലേ പലർക്കും ഒരു സുഖം കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു സമയത്ത് സാധാരണ വെള്ളം തീരെ കുറഞ്ഞ സമയത്തൊക്കെ നമുക്ക് പിന്നെയും കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും വെള്ളത്തിൻ്റെ സ്വഭാവം ഇതിലിപ്പോൾ ഈ കാണുന്ന പുഴയല്ല, അടിയിൽ ഇതിൻ്റെ പാറകൾ ഒരുപാടുണ്ട്. ഒറ്റ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ നേരെ പാറയിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊരു പൊന്തലില്ല. അത്രയും ഡേഞ്ചർ ഏരിയയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് എത്രത്തോളം വരുന്നതെന്ന് അറിയില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പോൾ നമ്മൾ 1 മണിയാണ്, 1:15 ഇപ്പോൾ സമയം. ഈ സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. നല്ല അടിപൊളി വൈബായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ കാഴ്ചകൾ, നിലമ്പൂരിൻ്റെ പല പല കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ പല പല വീടുകളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ ഈ ഒരു ഭാഗം വരെ നമ്മൾ പോകണുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അവിടേക്ക് കുറച്ച് അവരുടെ ട്രൈബിൻ്റെ ഏരിയയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് അങ്ങനെ പോകുന്നില്ല. ഇവിടെ സന്ദർശകർ പുഴയിൽ ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ സായിപ്പിൻ്റെ ശവകുടീരമുണ്ട്. ശവകുടീരത്തിലേക്ക് നമ്മൾ ഈ പാലത്തിലൂടെ തന്നെ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ ശവകുടീരം കാണാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ നെടുങ്കയം ഫോറസ്റ്റിൽ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, അതിന് പേര് ഓർമ്മയിട്ടില്ല. നമ്മുടെ മനോജ് ഗജനും മുരളിയൊക്കെ ആയിട്ടൊരു സിനിമ ഉണ്ട്. അതിൽ മനോജ് ഗജൻ പുഴയിൽ മുകേഷും മുരളിയായിട്ടുള്ള സിനിമ. അതിൽ മുകേഷ് പുഴയിൽ ഒലിച്ചു പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അത് ഇവിടുന്ന് നെടുങ്കയത്തിനായിരുന്നു ഷൂട്ട് ചെയ്തതെന്ന്. അതിൻ്റെ പേരിക്ക് ഓർമ്മയിട്ടില്ല. അതിൻ്റെ പേര് കിട്ടുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഇവിടെ എത്താനായിട്ടോ. നമ്മൾ സായിപ്പിൻ്റെ ശവകുടീരം എത്താനായി. ഇവിടെയാണ് ആ ശവകുടീരം ഉള്ളത്. ആനപ്പന്തിയിലേക്കുള്ള വഴിയാണിത്. ഇതിലാണ് ആനപ്പന്തിയിലേക്ക് പോകാനുള്ള വഴി. ഈ ഡൗസൺ തമ്പ് എന്നുള്ള അപ്പുറത്ത് കണ്ടങ്ങൾ നോ എൻട്രി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡുണ്ട്. അത് പക്കാ കാട്ടിലേക്കുള്ള വഴിയാണ്. ഭയങ്കര ഡേഞ്ചർ കാടാണ്. അവിടെ കടുവയുടെയൊക്കെ ചിത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് 1897 ജനനം, 1938 മരണം. ആയിരത്തി 1938 10-ാം മാസം ആണ് നമ്മുടെ ഡൗസൺ സായിപ്പ് മരിച്ചിട്ടുള്ളത്. അവരുടെ ശവകുടീരമാണ് ഇവിടെ. ഇതിപ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതായത് നല്ല വിശാലമായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ പണ്ട് കാണുമ്പോൾ ഞങ്ങൾ ഈ ഒരു പാറ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ഒരു പാറ അല്ലേ ശവകുടീരം. അതേപോലെ ആളുകൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. മഴയില്ലാത്ത സമയത്തൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയ. അത് ആൾക്ക് ഇവിടെ തന്നെ വിശ്രമിക്കണം. അതായത് നമ്മുടെ ആളുടെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ തന്നെ അടക്കം ചെയ്തിട്ടുള്ളത്. 1897 1938. ഇപ്പോഴും അവരുടെ കുടുംബങ്ങളൊക്കെ ചില സമയങ്ങളിൽ ഇവിടെ വരാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ
ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെയൊക്കെ ഇത് നമ്മുടെ ഇതിൽ വരാറുണ്ട്, അതായത് നമ്മുടെ വാർത്തകളിലൊക്കെ വരാറുണ്ടായിരുന്നു. അല്ല, ഇത് കല്ലിൽ തന്നെ കൊത്തിയെടുത്ത കേട്ടോ, ഫോറസ്റ്റ് എൻജിനീയറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള കാഴ്ചകൾ. ഇതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. നല്ല ഒരുപാട് വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ നമ്മുടെ വീട് എത്തുന്നതാണ്. നമ്മുടെ വീടിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.